Good afternoon all. Good afternoon, ma'am. Good afternoon. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? കുറച്ച് കൂടുതൽ എടുത്ത് പോകുന്നുണ്ട്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ? എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടായിരുന്നോ? No, ma'am. ഇല്ല. എനിവേ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കാം. അതായത് എൻഷുർ ക്ലീൻ ലൈൻസ് തുടങ്ങിയാണ് നമുക്ക് നെക്സ്റ്റ് എടുക്കേണ്ടത് അല്ലേ? ഇവിടെ തുടങ്ങിയല്ലേ എടുക്കേണ്ടത്? നോക്കാം. എൻഷുർ ക്ലീൻ ലൈൻസിൽ എന്താണ് അടുത്ത് പറയുന്നത്? നമുക്കറിയാം അവിടെ സാറ്റിസ്ഫാക്ഷൻ വേണമെങ്കിൽ അല്ലെ, പൊതുവെ നമുക്കറിയാം അവിടെ പേഷ്യന്റ് ഹാപ്പി ആവണമെങ്കിൽ എല്ലാ കാര്യങ്ങളും അല്ലെ, ക്ലീനിങ്ങിന്റെ കാര്യങ്ങളാണെങ്കിലും നമുക്ക് ശുചിത്വമൊക്കെ കൃത്യമായിട്ട് തന്നെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആകണം അല്ലെ. നോ പേഷ്യന്റ് നീഡ്സ് ടു റിസീവ് കെയർ ഇൻ എ സിറ്റുവേഷൻ ദാറ്റ് ഡസ് നോട്ട് ഫീൽ സേഫ് ആൻഡ് സാനിറ്ററി. അതായത് സാനിറ്ററി ശുചിത്വത്തിന്റെ കാര്യമാണെങ്കിലും സുരക്ഷിതയുടെ കാര്യമാണെങ്കിലും അവിടെ കൃത്യമായിട്ട് ഇല്ല എങ്കിൽ ഒരു പേഷ്യന്റും അവിടെ ആ ഒരു ഹോസ്പിറ്റലിൽ അല്ലെ അവിടെ സെക്യൂർ ആണെന്ന് തീരുമാനിക്കാനോ അവിടേക്ക് പോകാനോ ശ്രമിക്കില്ല അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് നോ പേഷ്യന്റ് നീഡ്സ് ടു റിസീവ്, അവര് സ്വീകരിക്കില്ല അല്ലെ, ആ കെയർ ആ ശുശ്രൂഷ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, പേഷ്യന്റ് മോണിറ്ററിങ്. ഓക്കെ, മോണിറ്ററിങ് ആൻഡ് ഇംപ്രൂവിങ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്. എന്തായാലും ലാസ്റ്റ് പോർഷനൊക്കെ ആയി. പക്ഷെ ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് റെഫർ ചെയ്യാം. ഓക്കെ, ഞാൻ എന്താ പറയുന്നത്, എൻഷുർ ക്ലീൻ ലൈൻസില് നോ പേഷ്യന്റ് നീഡ്സ് ടു റിസീവ് കെയർ ഇൻ എ സിറ്റുവേഷൻ ദാറ്റ് ഡസ് നോട്ട് ഫീൽ സേഫ് ആൻഡ് സാനിറ്ററി. എന്ന് വെച്ചാൽ അധികം സുരക്ഷയില്ല എങ്കിൽ അല്ലെങ്കിൽ ശുചിത്വം ഒന്നും പാലിക്കാത്ത ഒരു ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കാനായിട്ട് ആരും തയ്യാറാവില്ല. എന്താണ് practicing sanitation in all areas of the institution, from the waiting room to the physician's office, helps safeguard patients and put them at ease. അതായത് നമ്മൾ അല്ലെ രോഗികളെ ശരിക്കും പറഞ്ഞ സംരക്ഷിക്കാനായിട്ട് അവരുടെ അല്ലെങ്കിൽ മനസ്സിന് സമാധാനം ലഭിക്കാനായിട്ടുള്ള സുരക്ഷിതമല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ പേടിച്ച് അല്ലെങ്കിൽ തന്നെ രോഗികളായിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. അതിന്റെ ഇടയിൽ കൂടെ സുരക്ഷിതമില്ലാത്ത ഇടം കൂടിയാണ് എങ്കിൽ എന്താണ് അവർ വെയിറ്റ് ചെയ്യുന്ന പ്ലേസുകളൊക്കെ സുരക്ഷിതമല്ലാത്ത ഇടമൊക്കെ ആണെങ്കിൽ അവർക്ക് മാനസികമായിട്ട് തന്നെ അതിനോട് അല്ലെ ഒരു സംതൃപ്തിയോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പൊ എന്താണ് കാലഹരണപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിനൊക്കെ എന്തെങ്കിലും പഴക്കമൊക്കെ ഉണ്ടെങ്കിൽ അത് പൊതുവെ ആരും ഒരു താല്പര്യത്തോട് കൂടിയിട്ട് അംഗീകരിക്കില്ല എന്നുള്ളതാണ് എടുത്ത് പറയുന്നത് അല്ലെ. ഫ്രം ദ വെയിറ്റിംഗ് റൂം ദ ഫിസിഷ്യൻസ് ഓഫീസ് ഹെൽപ്പ് സേഫ് ഗാർഡ് പേഷ്യൻസ് ആൻഡ് പുട്ട് ദം അറ്റ് ഈസ്. അപ്പൊ എപ്പോഴും അവിടെ എന്താണ് സേഫ് ഗാർഡ്, സേഫിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അങ്ങനെയാണെങ്കിലാണ് പേഷ്യൻസ് അവിടെ വന്ന് എളുപ്പത്തിൽ വന്ന് കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുപോകാനായിട്ടൊക്കെ സാധിക്കുകയുള്ളൂ. ഓക്കെ, then എന്താണ് നെക്സ്റ്റ് പറയുന്നത്, അപ്ഗ്രേഡ് ഔട്ട്ഡേറ്റഡ് സിസ്റ്റംസ്. എന്താണ് അപ്ഡേറ്റഡ് സിസ്റ്റംസ് എന്ന് പറയുന്നത്? അത് കാലഹരണപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നവീകരിച്ചു കൊണ്ടുപോകണം അല്ലെ. നമ്മളെപ്പോഴും അങ്ങനെയാണ് ഇപ്പൊ അപ്ഡേഷൻ വരുത്തുക അല്ലെ. ഇപ്പൊ നമുക്കറിയാം മൊബൈലൊക്കെ അപ്ഡേഷൻ വരുത്തിക്കൊണ്ടേ തന്നെ ഇരിക്കുന്നത് അല്ലെ. എന്ന് പറഞ്ഞ മാതിരി തന്നെ ഹോസ്പിറ്റലിലാണെങ്കിലും നമ്മൾ എന്താണ് എല്ലാ കാര്യങ്ങളും അപ്ഡേഷൻ നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കണം. When it comes to improving the patient's experience, upgrading outdated internal systems is important. അപ്പൊ ഇൻ കേസ് ആ അവരുടെ സിസ്റ്റത്തിലാണെങ്കിലും അല്ലെ അവിടെ അപ്ഡേഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ അത് അപ്ഡേഷനൊക്കെ വരുത്തിക്കൊണ്ട് പോകണം അല്ലെ. അപ്പൊ അങ്ങനെ വരികയാണെങ്കിലാണ് പേഷ്യന്റിന്റെ അനുഭവങ്ങൾ വർദ്ധിച്ച് അല്ലെ ഇച്ചിരി കൂടി ഓക്കെയാണ് അല്ലെ നല്ല അനുഭവമായിട്ട് വികസിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. ഈവൻ സ്മാൾ അപ്ഡേറ്റ്സ് ഓഫ് അപ്പോയിന്റ്മെന്റ്സ്, ഷെഡ്യൂളിംഗ് പ്ലാറ്റ്ഫോംസ്, വെയിറ്റിംഗ് റൂം സിഗ്നേച്ചർ ആൻഡ് സ്റ്റെപ്സ്, നഴ്സ് കോൾ ബട്ടൺ ക്യാൻ ഹാവ് എ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഓൺ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഇൻ കേസ് ഒരു ചെറിയ കാര്യങ്ങൾ പോലും അല്ലെ ചിലപ്പോഴെങ്കിൽ എന്താണ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളും കാര്യങ്ങളും വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ആ പ്ലാറ്റ്ഫോമിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ വെയിറ്റിംഗ് റൂമിലെ ഒരു സിഗ്നേച്ചർ സിസ്റ്റംസ് ഒക്കെ ആണെങ്കിൽ അത് എന്താണ് കറക്റ്റ് ആയിട്ട് തന്നെ വർക്കിംഗ് കണ്ടീഷൻ അല്ല എന്നുണ്ടായെങ്കിൽ അല്ലെങ്കിൽ നഴ്സിംഗ് ബട്ടൺസ് അല്ലെ, അതായത് നഴ്സുമാരെയൊക്കെ പെട്ടെന്ന് നമുക്ക് അവൈലബിൾ ആക്കുന്ന എന്തെങ്കിലുമൊക്കെ സിസ്റ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ വർക്കിംഗ് കണ്ടീഷൻ അല്ല എങ്കിലൊക്കെ എന്താണ് അത് മോസ്റ്റ്ലി അവിടെയുള്ള പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് ആവില്ല. അവരതൊന്നും അംഗീകരിക്കില്ല അല്ലെ. അതൊന്നും അംഗീകരിക്കണമെന്നില്ല. ഓക്കെ, ഇവിടുത്തെ സർവീസ് വളരെ മോശമാണ് അല്ലെ എന്നുള്ള കണ്ടീഷനിൽ തന്നെ ഒരു ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കും അവര് പോകാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്ഡേഷൻസ് ഒക്കെ
എല്ലാം തന്നെ വരുത്തി തീർക്കേണ്ടതുണ്ട് അല്ലെ. അപ്ഡേറ്റഡ് സിസ്റ്റംസ്. അപ്പൊ എപ്പോഴും എന്താണ് കാലഹരണപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കാനായിട്ടും അത് നവീകരിച്ചു കൊണ്ടുപോകാനായിട്ടും തയ്യാറാവണം. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ബി പങ്ക്ച്വൽ. നമ്മൾ ഹോസ്പിറ്റലിലുള്ള എല്ലാ കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. പങ്ക്ച്വാലിറ്റിയും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. പങ്ക്ച്വാലിറ്റി എന്ന് പറയുമ്പോൾ കൃത്യത അവിടെ ആവശ്യമാണ് അല്ലെ. എല്ലാ കാര്യങ്ങളും പങ്ക്ച്വാലിറ്റി റിവീൽസ് പ്രാക്ടീഷണേഴ്സ് റെസ്പെക്ട് ഫോർ എ പേഷ്യൻസ് ബിസി ഷെഡ്യൂൾ. ഓക്കെ, നമുക്കറിയാം അവരുടെ സമയത്തിനെയും കൂടി റെസ്പെക്ട്. പേഷ്യൻസ് ബിസി ഷെഡ്യൂൾ അനുസരിച്ചിട്ട് അവർക്ക് പേഷ്യന്റ് ആണെങ്കിൽ കൂടി അവരെ മനുഷ്യരാണ്, അവർക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അത് പങ്ക്ച്വാലിറ്റി അതും കൂടി അവർ കീപ്പ് ചെയ്യണം അല്ലെ. കൃത്യത പാലിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പൊ ഡോക്ടേഴ്സ് ആണെങ്കിലും കൃത്യമായിട്ട് തന്നെ കൃത്യത പാലിച്ചില്ലെങ്കിൽ ഈ പേഷ്യൻസിന് ഉള്ള ടൈം വെച്ചിട്ടൊക്കെയാണ് അവർ വരുന്നത് അല്ലെ. അപ്പൊ അത് ആ റെസ്പെക്ട് അതിനെ ബഹുമാനിക്കേണ്ടതും ആവശ്യമാണ്. If an organization finds it difficult to see patients in a timely manner, they may require to examine their scheduling process and over staffing needs. ഓക്കെ, ഇൻ കേസ് ഓർഗനൈസേഷൻ അല്ലെ അവര് കണ്ടെത്തുകയാണ് പേഷ്യൻസ് ടൈംലി മാനറിൽ ഇല്ല എങ്കിൽ അല്ലെ, അവര് സമയബന്ധിതമായിട്ട് തന്നെ അവർ എത്തിച്ചേരുന്നില്ല എങ്കിൽ എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ ദേ മേ റിക്വയർ ടു എക്സാമിൻ ദെയർ ഷെഡ്യൂൾ പ്രോസസ്സ്. അവരപ്പം ആ ഷെഡ്യൂൾ പ്രോസസ്സിൽ മാറ്റങ്ങളൊക്കെ വരുത്തണം അല്ലെ. അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസുകളൊക്കെ വരുത്തി ദേ മേ റിക്വയർ എക്സാമിൻ ദെയർ ഷെഡ്യൂൾ. ആ പ്രോസസ്സിൽ എന്താണ് ആവശ്യം എന്നുള്ളത് വിലയിരുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ സ്റ്റാഫിംഗ് നീഡ്സിന്റെ ആവശ്യകതയുണ്ടോ എന്ന് വിലയിരുത്തണം. അപ്പൊ എന്താണ് എപ്പോഴും പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പേഷ്യന്റിന് കൃത്യമായിട്ടുള്ള സമയത്തിനനുസരിച്ചിട്ട് ഡോക്ടേഴ്സ് അവിടെ അവൈലബിൾ ആണ് അല്ലെ. എല്ലാ കാര്യങ്ങളും അവർക്ക് സേവനങ്ങൾ അവൈലബിൾ ആകണം. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് വരുന്നുണ്ടെങ്കിൽ അല്ലെ, പേഷ്യൻസ് ഡിഫിക്കൽട്ട് ടു സീ പേഷ്യൻസ് ഇൻ എ ടൈംലി മാനർ അങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ചിട്ടും എന്താണ് ഷെഡ്യൂൾ പ്രോസസ്സിലും വേരിയേഷൻസ് ഒക്കെ എക്സാമിൻ ചെയ്ത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. എപ്പോഴും പങ്ക്ച്വൽ ആയിരിക്കണം അല്ലെ. ഈ പങ്ക്ച്വൽ ആയിരിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. കാരണം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ കണ്ടെത്താനായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ എപ്പോഴും ഉറപ്പുവരുത്തേണ്ടതാണ്. ക്ലീൻ ലൈൻസിൽ ഉറപ്പുവരുത്തണം. അവിടെ സുരക്ഷിതവും അതേമാതിരി തന്നെ ശുചിത്വവുമായ ഹോസ്പിറ്റൽ അന്തരീക്ഷം ഉറപ്പുവരുത്തണം. എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്തു പോകണം. പങ്ക്ച്വാലിറ്റിയും കീപ്പ് ചെയ്തു പോകണം. നെക്സ്റ്റ് വരികയാണെങ്കിൽ സെറ്റ് എക്സ്പെക്ടേഷൻസ്. സെറ്റ് എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത് പ്രതീക്ഷകൾ അല്ലെ. പ്രതീക്ഷകളൊക്കെ സജ്ജമാക്കിയിരിക്കണം. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ക്യാൻ ഹെൽപ്പ് സെറ്റ് ഹോപ്സ് ബൈ കീപ്പിംഗ് ഓൾ ദ ഇൻഫോർമേഷൻ ഓൺ ദിയർ വെബ്സൈറ്റ്, പേഷ്യന്റ് പോർട്ടൽ ആൻഡ് പ്രിന്റഡ് അപ് ടു ഡേറ്റ് ഓൾവേസ്. അതായത് അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ അവരുടെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് തന്നെ വെബ്സൈറ്റിലും കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് തന്നെ ഇൻഫോർമേഷൻസ് ഒക്കെ അല്ലെ കൃത്യമായിട്ട് തന്നെ അവർക്ക് അവൈലബിൾ ആണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം വാട്സപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മെസ്സേജസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കണം അല്ലെ. ഈ കേസ് എന്തെങ്കിലും റിസൾട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അറിയാനായിട്ടാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ കിട്ടുമ്പോൾ എന്താണ് അവരെ മാനസികമായിട്ടൊരു അല്ലെ നമുക്കറിയാം നമ്മുടെ രോഗവുമായി ബന്ധപ്പെട്ട ഇംപ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാനുള്ള ഒരു സംഗതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് അതുമായി ബന്ധപ്പെട്ടൊന്ന് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് കോൺഫിഡൻസ് നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ. ഇൻക്ലൂഡിങ് എഫക്റ്റീവ്. എന്താണ് എഫക്റ്റീവ് എന്ന് പറയുന്നത്? ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നോട്ട് ചെയ്യാം. ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. ണോ? അപ്പൊ ഇവിടെ നോക്കാം എന്താണ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ട് തന്നെ ഈ ഇൻക്ലൂഡിങ് ആൻഡ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് സെക്ഷൻ ആണ് പ്രിന്റഡ് ആൻഡ് ഡിജിറ്റൽ മെറ്റീരിയൽ ദാറ്റ് ഡയറക്ട്സ് ഹൗ ടു റിഫിൽ prescriptions, receive care after hours and schedule appointments. Also plays a vital role in aligning patients' hope with their experiences. ഇപ്പൊ ഇവിടെ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി
വെബ്സൈറ്റിൽ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയിക്കുന്നതോടൊപ്പം തന്നെ എന്താണ് ഇത്തരത്തിലുള്ള അല്ലെ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ, അതായത് നമ്മളിപ്പോ മെസ്സേജ് ആയിട്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഡിജിറ്റൽ ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ടുകൾ കൊടുക്കും അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ട് വരികയാണെങ്കിൽ എന്താണ് അവർക്ക് സമയത്തിന് തന്നെ റിസീവ് കെയർ ആഫ്റ്റർ അവേഴ്സ് അല്ലെ, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഷെഡ്യൂൾ അപ്പോയിന്റ്മെന്റ്സ് ഓൾസോ പ്ലേസബിലിറ്റി അല്ലെ, നമുക്ക് വേണമെങ്കിൽ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട റോളാണ് അല്ലെ. ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് എന്താണ് അവരുടെ അനുഭവം എന്ന് പറയുന്നത് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മള് പരിശോധനയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇനി എനിക്ക് നെക്സ്റ്റ് ടൈമിലെ ചെക്കപ്പും കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ സമയക്രമമൊക്കെ വീട്ടിൽ അല്ലെ എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ അല്ലെ അവർക്ക് കോപ്പി ആ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് ഒക്കെയാണ് അല്ലെ നമ്മുടെ സമയത്തിന് നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത്, നമുക്ക് അറിയേണ്ടതൊക്കെ കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നു അല്ലെ. അങ്ങനെ വരുമ്പോഴെന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവോ അല്ലയോ? അങ്ങനെ വരുമ്പോൾ നല്ല അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ പേഷ്യൻസ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആവോ അല്ലെ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു അവസരത്തിലേക്ക് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. വീണ്ടും ഡിജിറ്റൽ അല്ലെ, ഈ കാലഘട്ടം നമുക്കറിയാം ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള കാലഘട്ടമാണ്, എല്ലാം ഡിജിറ്റലൈസ് ആയിട്ട് കാണിച്ചു കൊണ്ടുപോകുന്നത് അല്ലെ. സോ ഹോസ്പിറ്റൽ ക്യാൻ ഡു ജസ്റ്റ് അബൌട്ട് എനിത്തിങ് വിത്ത് എ ഫ്യൂ ടാപ്സ് ഓൺ അവർ ഫോൺസ്. എന്ന് വെച്ചാൽ ഒരു ചെറിയ കീകൾ അമർത്തി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫോണുകളിൽ എല്ലാം അവൈലബിൾ ആണ് അല്ലെ. ഫ്രം പേയിങ് അവർ ബിൽസ് ടു ബുക്കിംഗ് എ വെക്കേഷൻ. കേസ് ഒരു വെക്കേഷന്റെ സമയത്ത് പോലും വേണമെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാനൊക്കെയുള്ള അവസരങ്ങളുണ്ട് അല്ലെ. നമ്മുടെ സമയത്തിനനുസരിച്ചിട്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കത് കൈകാര്യം ചെയ്യാൻ സാധിക്കും. Digitalizing your practice can generate provisions for your staff and patients that make a better everyone's experience. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു തൊഴിലവസരം തൊഴിൽ വൈദഗ്ധ്യം ഉള്ളവരെ കൊണ്ട് തന്നെ നമുക്കത് സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെ നമ്മൾക്ക് തന്നെ വീട്ടിലിരുന്നിട്ടാണെങ്കിലും നമ്മുടേതായിട്ടുള്ള രീതി അനുസരിച്ചിട്ടൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് അതിലൊരു സൃഷ്ടി അല്ലെ നമുക്കും കൂടിയും പങ്കാളിയാവാനായിട്ടുള്ള പറ്റുന്ന ഒരു അവസരം തന്നെ ഇവിടെ ഉണ്ടാവുന്നു. Then for your staff and the patients that makes a better everyone's experience. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബെറ്റർ എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്ന് കിട്ടുക അല്ലെ. പേഷ്യൻസിന് നല്ലൊരു അനുഭവം തന്നെയാണ് കിട്ടുന്നത്. അതായത് നമ്മുടെ സമയക്രമത്തിനനുസരിച്ചിട്ട് നമുക്ക് തന്നെ കയറിയിരുന്ന് നമുക്ക് തന്നെ സൃഷ്ടിക്കാം അല്ലെ. ഏത് ടൈം ഷെഡ്യൂൾ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. നമുക്കറിയാം ക്വസ്റ്റനൈസ് ചെയ്ത് തന്നെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മളുടെ തന്നെ ചൂസിങ്ങും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് തന്നെ അല്ലെ ഡിജിറ്റലൈസ് ചെയ്ത് തന്നെ നമുക്ക് നിർദ്ദേശങ്ങളൊക്കെ കണ്ടക്ട് ചെയ്ത് കൃത്യമായിട്ട് ഇപ്പൊ നമുക്കറിയാം ഗ്യാസിംഗ് ബുക്കിംഗ് ഒക്കെ എങ്ങനെയാണ് നമ്മുടെ ഭാഷ അല്ലെ. നമ്മുടെ ഭാഷയിൽ നമ്മളുടെ ടൈമില് അല്ലെ നമ്മളുടെ ഇതനുസരിച്ചിട്ട് തന്നെ ഇന്ന ഇത് അമർത്തുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് മെസ്സേജ് വരിക അല്ലെ. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിലും അങ്ങനെ നമ്മളുടേതായിട്ടുള്ള ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്കത് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. The right software allows to digitalize every step of the patient's journey from booking an appointment to paying their direct visit. അതായത് ഇൻ കേസ് നല്ലൊരു സോഫ്റ്റ്വെയർ ഒക്കെ ആണെങ്കിൽ അത് വേറെ കുറെ കാര്യങ്ങൾക്കും കൂടി അവസരങ്ങൾ തരുന്നുണ്ട്. ബുക്കിംഗ് മാത്രമല്ല നമ്മുടെ ബില്ലിങ്ങിന്റെ പേയ്മെന്റ് അല്ലെ, പേയ്മെന്റിന്റെ എന്തെങ്കിലുമൊക്കെ ഡിഡക്ഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതുവരെ കുറയ്ക്കാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ. നമ്മളിപ്പോ ബുക്ക് ചെയ്യുന്നതിന്റെ പേയ്മെന്റോ അല്ലെ പല കാര്യങ്ങൾ കൂടി നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് അലൗ ചെയ്തു അല്ലെ നമുക്ക് അനുവദനീയമാക്കുന്നു എന്നുള്ളതാണ്. റൈറ്റ് സോഫ്റ്റ്വെയർ അലൗസ് ടു ഡിജിറ്റലൈസ് എവറി സ്റ്റെപ്പ് ഓഫ് പേഷ്യൻസ് അല്ലെ. എല്ലാ സ്റ്റെപ്പും പേഷ്യൻസിന്റേതായിട്ടുള്ള എല്ലാ സ്റ്റെപ്സ് ബുക്കിംഗ് ആൻഡ് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുന്നത് മുതൽ പേയിങ് ഡയറക്റ്റബിൾസ് എന്ന് വെച്ചാൽ നമുക്ക് കുറവുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുവരെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ സോഫ്റ്റ്വെയറുകൾ അനുവദിക്കുന്നുണ്ട് അല്ലെ. അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾ കൂടി നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാനൊക്കെ സാധിക്കും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും പേഷ്യൻസിന് അത് സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ടെസ്റ്റ് വായിച്ചു നോക്കുക. നമ്മൾ ഒരു 3-4 പോയിന്റ് എടുത്തു.
ഞങ്ങൾക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഓക്കെ അല്ലെ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഡിഗ്രീസ് വെയിറ്റ് ടൈംസ് ആണ്. ഓക്കെ, നമുക്കറിയാം പേഷ്യന്റ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് സമയം അല്ലെ. ഒട്ടും സമയം എടുക്കാതെ അവർക്ക് അവരുടെ കാര്യം നിർവഹിച്ചു പോകാനായിട്ട് അവസരം ഒരുക്കി കൊടുക്കുക അല്ലെ. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം ഡോക്ടേഴ്സ് ആണെങ്കിലും ഏതൊരു പേഷ്യന്റ് ആണെങ്കിലും അവരുടെ ടൈം എന്ന് പറയുന്നതെല്ലാം വിലപ്പെട്ടതാണ് അല്ലെ. അവർക്ക് അവരുടേതായിട്ടുള്ള കുറെ ഡ്യൂട്ടികളും കാര്യങ്ങളൊക്കെയാണ്. ഡിഗ്രീസ് വെയിറ്റ് ടൈംസ് അത് നോക്കാം. ഡിഗ്രീസ് ദ എമൗണ്ട് ഓഫ് എ ടൈം ദാറ്റ് പേഷ്യന്റ് സ്പെൻഡ് ഇൻ വെയിറ്റിംഗ് റൂംസ്. അതായത് നമ്മൾ വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്യുന്ന ആ പേഷ്യന്റ് വെയിറ്റ് ചെയ്യുന്ന ടൈമുകള്, അതിന്റെ അളവ് അത് കുറച്ചുകൊണ്ട് വരിക. പ്ലാൻ ടു ഗെറ്റ് റിഡ് ഓഫ് ടൈം സ്പെൻഡ് ട്രാവലിംഗ് ടു ആൻഡ് ഫ്രം അപ്പോയിന്റ്മെന്റ്സ്, റിമൂവിംഗ് സ്ട്രെസ് ആൻഡ് അറ്റൻഡൻസ് വാരിയസ് ഫോർ മെനി പേഷ്യൻസ്. ഓക്കെ, നമുക്കറിയാം ഈ സമ്മർദ്ദങ്ങളുടെ ഇടയിൽ അല്ലെ, പലതരത്തിലുള്ള തടസ്സങ്ങളുടെ ഇടയിലൊക്കെയാണ് പേഷ്യൻസുകൾ ഇങ്ങനെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ നിർവഹിച്ചു പോവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പേഷ്യന്റ് രജിസ്ട്രേഷൻ പേപ്പർ വർക്ക് ഓൾസോ കോൺട്രിബ്യൂട്ട്സ് ടു ലോങ്ങർ വെയിറ്റ് ടൈംസ്. രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് സമയം അവിടെ സംഭാവന ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. Hospitals can use a secure online program to let the patients complete and submit their registration paperwork before their appointment. ഹോസ്പിറ്റലിന് വേണമെങ്കിൽ ഈ അപ്പോയിന്റ്മെന്റിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ അല്ലെ നമ്മുടെ ഓൺലൈനായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കാനൊക്കെ സാധിക്കും. അങ്ങനെ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അവർക്ക് ഒരുപാട് സമയം ചെലവഴിക്കേണ്ടതായിട്ട് വരില്ല. ഫർദർ ഡിഡക്റ്റിംഗ് ടൈം സ്പെൻഡ് ഇൻ ദ വെയിറ്റിംഗ് റൂം. മാത്രമല്ല വെയിറ്റിംഗ് റൂമിൽ ഒരുപാട് സമയം ഇതിന് അല്ലെ ചെലവഴിക്കേണ്ടതായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടും വരികയില്ല. അപ്പൊ നേരത്തെ കൂടി എന്താണ് ഓൺലൈനിന്റെ സഹായത്തോട് കൂടിയിട്ട് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരെ സമയത്തിന് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട്, അപ്പൊ നമുക്കറിയാലേ ഇന്ന സമയത്ത് വരാനൊക്കെ ആയിട്ട് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കിട്ടും. അപ്പൊ അതനുസരിച്ചിട്ട് മാത്രം പേഷ്യന്റിനെ ഡോക്ടറെ കാണാനായിട്ട് നമുക്ക് ആ ഹോസ്പിറ്റലിലേക്ക് ചെന്നെത്തിയാൽ മതിയോ. അപ്പൊ എന്താണ് പേഷ്യന്റിനെ സംബന്ധിച്ച് സമയം നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, ഡിഗ്രീസ് വെയിറ്റ് ടൈംസ്. അപ്പൊ അങ്ങനെ ഒരു ടൈം ഷെഡ്യൂൾ കൈകാര്യം ചെയ്ത് കൊടുക്കുകയാണെങ്കിലും പേഷ്യന്റിന് എന്താണ് അവര് സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡെലിവർ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ. എന്താണ് ഡെലിവർ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ എന്ന് പറയുന്നത്? ഫോക്കസ് ചെയ്യണത് അല്ലെ. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അവര് എന്തായിരിക്കും ആഗ്രഹിക്കുക? ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ആദ്യമായിട്ട് അല്ലെ മെയിൻ ആയിട്ട് അവർ ആഗ്രഹിക്കുന്നത് എന്താണ്? എന്തായിരിക്കും ആഗ്രഹിക്കുക? നല്ലൊരു പോയോ നിങ്ങൾ വെച്ചിട്ട് ഏതൊരു പേഷ്യന്റും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും മോസ്റ്റ്ലി അവര് നന്നായിട്ട് ആഗ്രഹിക്കുക? നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടണം എന്നായിരിക്കും. ഓക്കെ, നല്ലൊരു ട്രീറ്റ്മെന്റ്, നന്നായിട്ട് നമ്മളെ മാനിക്കുന്നവരെ ട്രീറ്റ് ചെയ്ത് നമ്മളെ ഒന്ന് അല്ലെ, അതേമാതിരി തന്നെ നല്ലൊരു ട്രീറ്റ്മെന്റ്, ഗുഡ് ട്രീറ്റ്മെന്റ് അല്ലെ, നല്ല ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടണം. അതായത് നമ്മളെ പരിഗണിക്കണം അല്ലെ. ഞാനൊരു പേഷ്യന്റ് ആണെന്നുള്ള രീതിയിൽ എനിക്കൊരു പരിഗണന ചെയ്ത് നേരത്തെ പറഞ്ഞ മാതിരി ഒരു വെൽക്കം ഒക്കെ ചെയ്ത് അവരെ അല്ലെ, വെൽക്കം ചെയ്തില്ലേലും വേണ്ടിയില്ല നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടണമെന്ന് എന്തായാലും ഏതൊരു പേഷ്യന്റ് ആഗ്രഹിക്കും അല്ലെ. നമ്മളെ പരിഗണിക്കണമെന്നുള്ളത് തീർച്ചയായിട്ടും ആഗ്രഹിക്കും. അതായത് നമ്മളെ ശ്രദ്ധിക്കണം അല്ലെ, ഒന്ന് ട്രീറ്റ് ചെയ്യാം, നമ്മളെ ശ്രദ്ധിക്കണമെന്ന് ഏതൊരു പേഷ്യന്റും ആഗ്രഹിക്കും. അപ്പൊ ഡെലിവർ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ അല്ലെ, പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിചരണം അവിടെ നൽകണം. അങ്ങനെ നൽകിയാൽ മാത്രമാണ് പേഷ്യന്റ് എപ്പോഴും സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. Patient health and well-being should be at the core of everything the hospital and the staff room. അതായത് ആശുപത്രിയിലെ ജീവനക്കാരിൽ നിന്ന് അല്ലെ ഏറ്റവും കൂടുതലായിട്ട് നമുക്കറിയാം അവരുടെ ചെലവ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്തൊക്കെയാണെങ്കിലും അവരാണ് ട്രീറ്റ്മെന്റ് തരുന്നത്. ഹോസ്പിറ്റൽ സ്റ്റാഫും അവരുടെ ഫെസിലിറ്റീസും ആണ് അവര് ഓരോ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് തരുന്നത് അല്ലെ. അവരെ സംബന്ധിച്ച് എന്താണ് തീർച്ചയായിട്ടും ഏതൊരു പേഷ്യന്റും ആഗ്രഹിക്കുന്നത് എന്താണ്? ട്രീറ്റ്മെന്റ് ആണ് അല്ലെ, നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് ആഗ്രഹിക്കുന്നത്. പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ കൺസിഡേർഡ് the patient's value and individual preference as well as their health requirements. നമ്മുടെ അല്ലെ പേഷ്യന്റിന്റെ ആവശ്യകത അനുസരിച്ചിട്ട് അവരുടെ മുൻഗണന അനുസരിച്ച് അല്ലെ ഇൻഡിവിജ്വലിന്റെ ആ പ്രിഫറൻസ് അനുസരിച്ചിട്ട് ആ പേഷ്യന്റിനെ വാല്യൂ ചെയ്യണം. ആ പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ശുശ്രൂഷ അവര് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ. എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിക്കൽ അപ്ഡേറ്റ്സ് ദാറ്റ്
streamline their experience, donate to patient focused care. നല്ല വിദ്യാഭ്യാസം, നല്ല ടെക്നോളജിക്കൽ ആയിട്ടുള്ള അപ്ഡേഷൻ ഒക്കെ വരുത്തുകയാണെങ്കിൽ പേഷ്യന്റിന് പേഷ്യന്റിൻ്റെതായിട്ടുള്ള ഫോക്കസ് ആയിട്ടുള്ള അല്ലെ, പേഷ്യന്റിന് ഓരോ പേഷ്യന്റിനും അനുസൃതമായിട്ടുള്ള കെയർ കൊടുക്കാനായിട്ട് സാധിക്കും ഇല്ലേ? പഴയ കാലഘട്ടത്തിലെ തന്നെ സജ്ജീകരണങ്ങൾ മാത്രമാണ് ഇപ്പോഴും ഉള്ളതെങ്കിൽ നമുക്കറിയാം ഒരു ഫോക്കസ്ഡ് ഒരു കെയർ കൊടുക്കാനായിട്ട് പറ്റില്ല അല്ലെ. ഇപ്പൊ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല അനുയോജ്യമായിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിന്റെ ഒക്കെ ഉപയോഗത്തോടുകൂടി തന്നെ അവർ ഏതൊരു പേഷ്യന്റും ട്രീറ്റ്മെന്റ് ആഗ്രഹിക്കുന്നു. That eventually improving the patient's experience and the patient satisfaction scores. അങ്ങനെ ടെക്നോളജിയും ഉപയോഗിച്ച് അല്ലെങ്കിൽ നല്ല എഡ്യൂക്കേഷൻ, നല്ല നോളജ് ഉള്ള പേഷ്യൻസ് അല്ലെങ്കിൽ നല്ല നോളജ് ഉള്ള സ്റ്റാഫ് അല്ലെങ്കിൽ നല്ല ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പേഷ്യന്റിന്റെ കെയർ കൊടുക്കണമെങ്കിൽ എന്താണ് ഓരോ പേഷ്യന്റും അവരുടെ സാറ്റിസ്ഫാക്ഷൻ സ്കോറിൽ അതിന് കൂടുതൽ അല്ലെ, സ്കോർ മാർക്ക് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ആയിരിക്കുമോ? അവരുടെ അനുഭവം സ്കോർ എന്ന് പറയുമ്പോൾ കൂടുതലായിരിക്കും അല്ലെ. പഴയ കാലഘട്ടത്തിനെ അപേക്ഷിച്ച് ഇത്രയും കൂടി നോളജും ഇത്രയും കൂടിയും എക്സ്പീരിയൻസ്ഡ്, ഇത്രയും കൂടിയും ടെക്നോളജിക്ക് ഒക്കെ ഡെവലപ്പ് ചെയ്ത ഒരു ഹോസ്പിറ്റലിന്റെ സേവനം അത് തീർച്ചയായിട്ടും പേഷ്യന്റ് ആഗ്രഹിക്കുന്നുണ്ട്. ട്രീറ്റ്മെന്റ് അല്ലെ, ഏതൊരു പേഷ്യന്റും ആഗ്രഹിക്കുന്നത് നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് അല്ലെ. അത് ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള സംസ്കാര രീതി കൊണ്ട് തന്നെ വേണമെന്നല്ല, നല്ലൊരു ട്രീറ്റ്മെന്റ്. അതിപ്പോ നൂതനമായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള ട്രീറ്റ്മെന്റും എങ്ങനെയെങ്കിലും രോഗം മാറണം അല്ലെ, എത്രയും പെട്ടെന്ന് രോഗം മാറണമെന്ന് ഏതൊരു പേഷ്യന്റും ആഗ്രഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം, എൻകറേജിങ് ലൈഫ് ലോങ് ലേണിംഗ്. എന്താണ് എൻകറേജിങ് ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്നത്? ജീവനാന്തം പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഹെൽത്ത് കെയർ പ്രാക്ടീസസ് ആൻഡ് സിസ്റ്റംസ് ആർ കണ്ടിന്യൂസ്ലി ഇവോൾവിംഗ്. എന്നുവെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെ, തുടർച്ചയായിട്ട് തന്നെ അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ടു കീപ്പ് pace, healthcare professionals requires access to vast continuing education courses that expand their knowledge base and improve their abilities to provide a high quality care. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു പോയിന്റ് തന്നെയാണ്. എന്താണ് അല്ലെ, പഴയ കാലഘട്ടത്തിന്റെ അനുസരിച്ചിട്ട് ഇപ്പോ എപ്പോഴും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെ, കൂടുതൽ കൂടുതൽ പുതിയ പുതിയ അറിവുകളും വിവരങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് അല്ലെ, അവിടെ കണ്ടിന്യൂ ആയിട്ട് എഡ്യൂക്കേഷൻ കോഴ്സസും കാര്യങ്ങളൊക്കെ വികസിപ്പിച്ചുകൊണ്ടിരിക്കണം. അത് നേടാനായിട്ട് അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ തയ്യാറാണ് അല്ലെ. എഡ്യൂക്കേഷൻ കോഴ്സസ് ദാറ്റ് എക്സ്പാൻഡ് ദെയർ നോളജ് ബേസ് ആൻഡ് ഇംപ്രൂവ് ദെയർ എബിലിറ്റീസ്. അങ്ങനെ വരുമ്പോഴെന്താണ് നോളജും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അവരുടെ കഴിവുകളും ഇംപ്രൂവ് ചെയ്യും അല്ലെ, വർദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോഴെന്താണ് നല്ല ഹൈ ക്വാളിറ്റിയോടുകൂടിയുള്ള ശുശ്രൂഷ പേഷ്യൻസിന് ലഭ്യമാക്കാനും സാധിക്കും ഇല്ലേ, ഉണ്ടാവില്ലേ? കുറച്ചും കൂടി നല്ല അറിവ്, കുറച്ചും കൂടി ടെക്നോളജിക്കൽ ആയിട്ടുള്ള കുറെ കഴിവുകളും എക്സ്പീരിയൻസുകളൊക്കെ കിട്ടുമ്പോഴെന്താണ് അതെല്ലാം തന്നെ പേഷ്യൻസിന് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോ ഓരോ പേഷ്യന്റ് എന്താണ് പണ്ടത്തെ മാതിരത്തെ ഹോസ്പിറ്റലിന്റെ അല്ലെ, നമ്മൾ തന്നെ ചിലപ്പോഴൊക്കെ ചില ഹോസ്പിറ്റലൊക്കെ പഴയ കാലഘട്ടത്തിൽ പോയ അതേ സെയിം ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും ചിലപ്പോൾ പിന്നീട് ചെല്ലുന്നത്. ആ ഹോസ്പിറ്റല് നല്ല ഡെവലപ്ഡ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടുത്തെ കുറച്ച് എക്സ്പീരിയൻസുകളൊക്കെ മാറിയിട്ടുണ്ടാവും. അതായത് അവരുടെ ടെക്നോളജി ഒക്കെ വികസിപ്പിച്ചിട്ടുണ്ടാവും, പുതിയ പുതിയ അല്ലെ കഴിവുകളുള്ള നല്ല സ്റ്റാഫുകളൊക്കെ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോഴെന്താണ് അവരുടെ ഫെസിലിറ്റീസ് ഒക്കെ അല്ലെ, അവരുടെ സൗകര്യങ്ങളും അവരുടെ സേവനങ്ങളും തൃപ്തികരമായിട്ട് തന്നെ മാച്ച് ചെയ്യാനായിട്ട് ഓരോ പേഷ്യന്റും തയ്യാറാണ് അല്ലെ. അതാണ് പറയുന്നത് നല്ലൊരു കണ്ടിന്യൂ ആയിട്ട് എഡ്യൂക്കേഷൻ കോഴ്സസും അല്ലെങ്കിൽ നോളജ് ഒക്കെ നേടിയെടുക്കാനായിട്ട് അവരോട് ശ്രമിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് പ്രൊവൈഡിങ് ഹൈ ക്വാളിറ്റി കെയർ, നല്ല ക്വാളിറ്റി ഉള്ള കെയർ കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് റൈറ്റ് സ്കിൽ സെറ്റ്സ് പ്രാക്ടീഷണേഴ്സ് ക്യാൻ ഹെൽപ്പ് ഇൻക്രീസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർസ്. അപ്പൊ നല്ല ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രാക്ടീഷണർ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും, സ്കോറും കൂടുതലായിരിക്കും അല്ലെ, നല്ല റേറ്റിംഗ് സ്കോർ ആയിരിക്കും. ഓരോ പേഷ്യന്റും പിന്നെ ഡോക്ടറൊക്കെ നല്ല ഡോക്ടറാണ്, നല്ല കഴിവുറ്റ വ്യക്തിയാണ്. ടെക്നോളജിക്കൽ സ്കില്ലോട്ടേക്ക് നമുക്കറിയാം എന്താണ് ഡോക്ടേഴ്സ് രോഗിയോട് കാര്യങ്ങൾ ചോദിക്കുന്നതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറൈസ്ഡും കൂടിയാണ് അല്ലെ. അപ്പൊ എന്താണ് അവര് അതിലും ഇവാലുവേറ്റ് ചെയ്യുന്നു, അവരുടെ നോളജും എടുക്കുന്നു, അവർ ചോദിച്ചറിയുന്നു, എന്താണ് എല്ലാം കൂടി പൊരുത്തപ്പെട്ടുകൊണ്ട് തന്നെ നല്ല നോളജോട് കൂടിയിട്ടാണ് അവർ ട്രീറ്റ്മെന്റ് മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവരും അത്തരം കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യന്റും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പക്ഷെ ഒരുപാട് വേറെ കുറെ കാര്യങ്ങളും വന്നുകൂടായികയില്ല അല്ലെ. അപ്പൊ അതും നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. പേഷ്യന്റും സാറ്റിസ്ഫൈഡ് ആകുന്ന കുറച്ച് കാര്യങ്ങൾ.
ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും നാളെ ഒരു റിവിഷൻ ക്ലാസ് ഉണ്ട്. അപ്പോ ഞാൻ അടുത്ത പോർഷൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യാന്ന് വിളിക്കുന്നുണ്ട്. ദെൻ ഇവിടെ എൻ്റെ ഒരു ക്ലാസ് ഇവിടെ റെക്കോർഡിക്കലി സേവ് ആവാതെ ഉണ്ട്. ഇതിക്ക് മുമ്പുള്ള ഒരു ക്ലാസ് ആണത്. ഓക്കെ, നിങ്ങള് കേട്ട് ബോറടിപ്പിക്കണമെന്നില്ല, താല്പര്യമുള്ളവരെ മാത്രം എഴുതാൻ മതി. അപ്പൊ ആ ക്ലാസ് ഒന്ന് എനിക്ക് എടുക്കേണ്ടതുണ്ട്. ഓക്കെ, നിശാബിസ് എന്തായാലും സൂചിപ്പിച്ചെന്ന് തോന്നുന്നു അല്ലെ? അപ്പോ ഇന്നെടുത്തത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പോ എടുത്ത ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇപ്പോ കഴിഞ്ഞ ക്ലാസ്സിന്റെ റിപ്പീറ്റേഷനാണ്. നോക്കാം. ഓക്കെ, പേഷ്യന്റിനെ ഫോക്കസ് ചെയ്തിട്ട് തന്നെ വിതരണം ചെയ്യുക. അതായത് അവരെ ശ്രദ്ധ അല്ലെ, അവരെ മനസ്സിലാക്കി കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കൊടുക്കുക. ഡെലിവറി ചെയ്യുക എന്ന് പറയുന്നത് പേഷ്യന്റിനെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കണം. പക്ഷെ നേരത്തെ പറഞ്ഞ മാതിരി എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നു, ഏതൊരു പേഷ്യന്റും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബീയിങ് ഷുഡ് അറ്റ് കോർ ഓഫ് എവറിത്തിങ്. കേസിലും എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെ, വാല്യൂ, അവർക്ക് പേഷ്യന്റിന് വില കൽപ്പിച്ച് അവർക്ക് ശുശ്രൂഷ നൽകണം അല്ലെ. ആസ് വെൽ ആസ് ദിയർ ഹെൽത്ത് റിക്വയർമെന്റ്സ്, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള, അവരെ പരിഗണിച്ചിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സർവീസ് പ്രദാനം ചെയ്യണം അല്ലെ. എങ്കിൽ മാത്രമാണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. നമുക്കറിയാം ടെക്നോളജിയും എഡ്യൂക്കേഷൻ ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ ആ അപ്ഡേഷൻസ് എല്ലാം തന്നെ അവിടെയുള്ള സ്റ്റാഫും എക്യുപ്മെന്റ്സിലും എല്ലാം തന്നെ ഭേദഗതികളൊക്കെ വരുത്തി അവര് നല്ലൊരു സർവീസ് ആണ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്താണ്, അവര് നല്ലൊരു അനുഭവമായിരിക്കും അല്ലെ. അതാണ് ഇവിടെ പറയുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിക്കൽ അപ്ഡേറ്റ്സ് ദാറ്റ് സ്ട്രീം ലൈൻ ദിയർ എക്സ്പീരിയൻസ് ഡൊണേറ്റ് ടു പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ. അങ്ങനെ വരുമ്പോൾ പേഷ്യന്റിന് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും സേവനങ്ങൾ പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കും. ഇവൻച്വലി ഇംപ്രൂവിംഗ് ദ പേഷ്യൻസ് എക്സ്പീരിയൻസ് ആൻഡ് ദ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ. അങ്ങനെ വരുമ്പോൾ അല്ലെ, പുതിയ ഇന്നോവേറ്റീവ് ആയ അല്ലെങ്കിൽ നോളജിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവർക്ക് ശുശ്രൂഷകളെല്ലാം ലഭ്യമാക്കുമ്പോൾ അവരെ സംബന്ധിച്ച്, പേഷ്യന്റിനെ സംബന്ധിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ വരുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ സ്കോർ പേഷ്യന്റിന്റെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ കൂടുതലായിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് ഒന്ന് പോകാം. ഇങ്ങനെ ഒരു പേജൊക്കെ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്. അല്ല, നമുക്കറിയാം എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന, പ്രചോദനപ്പെടുന്ന എന്തൊക്കെ ഘടകങ്ങളാണ് ഉള്ളതെന്നുള്ളതാണ്. എന്താണ് പ്രധാനമായിട്ടും പറയുന്നത്, സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, സംതൃപ്തി എന്ന രീതിയിൽ ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ദാറ്റ് പേഷ്യൻസ് ഹാസ് ഓഫ് ദ കെയർ ടീം അല്ലെ. അവിടെ ആ ടീമിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ, പല കാര്യങ്ങളും പേഷ്യൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ട്രീറ്റ്മെന്റ് പ്ലാൻ, അവിടെ ട്രീറ്റ്മെന്റ് പ്ലാൻ നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ നന്നായിട്ട് തന്നെ വർദ്ധിപ്പിക്കും. then effective communication between patient and providers, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ പേഷ്യൻസും നൽകുന്ന അല്ലെ, അവിടെ
അത്തരത്തിലുള്ള സേവനങ്ങൾ നൽകുന്ന പ്രൊവൈഡേഴ്സും തമ്മിൽ, ദാതാക്കളും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടത്താനുള്ള സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിക്കും. വെയിറ്റ് ടൈംസ് നമുക്കറിയാം, ഒരുപാട് നേരം പേഷ്യന്റിന് വെയിറ്റ് ചെയ്യാനായിട്ട് ഏതൊരു ഭാഗത്തും അഡ്മിഷന്റെ കാര്യത്തിലും ഡോക്ടറെ കാണുന്ന കാര്യത്തിലും അല്ലെങ്കിൽ എക്സ്റേ എടുക്കുന്ന കാര്യത്തിലും അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസരമാണെങ്കിൽ പേഷ്യന്റ് ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും. അത് കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദ ഫെസിലിറ്റി, എൻവയറൺമെന്റ് ആൻഡ് കൾച്ചർ, അതായത് നമുക്കറിയാം പാരിസ്ഥിതികമായിട്ടുള്ള അല്ലെ നല്ലൊരു അന്തരീക്ഷം, ഹോസ്പിറ്റലിന്റെ അന്തരീക്ഷമൊക്കെ അല്ലെങ്കിൽ നല്ല സംസ്കാരിക രീതികളൊക്കെയാണ് ആ ഹോസ്പിറ്റലിൽ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പൊ ഇൻഫ്ലുവന്റർ ആയിട്ടുള്ള കുറെ ഘടകങ്ങള് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാനുള്ളത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ആണ്. ഓക്കെ, സർവേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ഒന്നും എല്ലാം വിലയിരുത്തുന്ന ഒരു രീതിയാണ് അല്ലെ, ചോദിച്ചറിഞ്ഞ് പേഷ്യന്റിൽ നിന്ന് വിലയിരുത്തുന്ന ഒരു രീതിയാണ്. ഇപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ക്യാച്ച് സെൽഫ് റിപ്പോർട്ടഡ് പേഷ്യന്റ് ഇവാലുവേഷൻ ഓഫ് മൾട്ടിപ്പിൾ ടച്ച് പോയിന്റ് ഇൻ ദ കോഴ്സ് ഓഫ് ദെയർ മെഡിക്കൽ കെയർ എക്സ്പീരിയൻസ്. ഓക്കെ, ഇവിടെ മെഡിക്കൽ കെയറുമായി ബന്ധപ്പെട്ട അല്ലെ അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കുറെ അല്ലെ അവരുടെ എന്താണ് ഉള്ളിൽ തട്ടി നിൽക്കുന്ന കുറെ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ, അതാണ് സാറ്റിസ്ഫാക്ഷൻ എന്ന രീതിയിൽ സർവേ നടത്താനായിട്ട് പൊതുവെ മുൻകരുതലായിട്ട് വരുന്നത്. ഡിപ്പെൻഡിങ് ഓൺ വാട്ട് ആസ്പെക്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് ബീയിങ് calculated. Example may include responsive of staff, clinician communication, technical skills and hospital environment. അപ്പൊ അതിലെന്താണ് എല്ലാ കാര്യങ്ങളും അല്ലെ അതിൽ ഇൻവോൾവഡ് ആണ്. നമുക്കറിയാം എന്താണ് ക്ലിനിക്കൽ കാര്യങ്ങളാണെങ്കിലും മാത്രമല്ല ടെക്നിക്കൽ ആയിട്ടുള്ള സ്കില്ലുകൾ, ഹോസ്പിറ്റൽ എൻവയോൺമെന്റ്, ഇതെല്ലാം തന്നെ അതിനെ കുറിച്ചിട്ടെല്ലാം തന്നെ എന്താണ് സർവേ കാര്യങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ എല്ലാ കാര്യത്തിനെയും കുറിച്ചിട്ടുള്ള അറിവ് അത് അടിസ്ഥാനത്തിൽ ഓക്കെ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, പേഷ്യൻസിൽ നിന്ന് കിട്ടുന്ന അറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു സർവേ നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നത്. The patient satisfaction survey can be generated and issued in a house, but many hospitals depend on third-party providers with the experience in developing, administering, and displaying satisfactory valid patient satisfaction surveys. ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ അത് വാലിഡ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അല്ലെ വീടുകളിലൊക്കെ പോയിട്ടാണെങ്കിലും ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അതല്ലെങ്കിൽ എന്താണ് അത് ഇൻട്രൊഡ്യൂസ് അല്ലെ നമുക്ക് വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലൊക്കെ ചെയ്യാം. പക്ഷെ പൊതുവെ മെയിനായിട്ട് എന്താണ് തേർഡ് പാർട്ടിയാണ് ഇത്തരത്തിലുള്ള സർവേ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാറ്. അവരുടെ അടിസ്ഥാനത്തിൽ അല്ലെ വിത്ത് എക്സ്പീരിയൻസ് ഇൻ ഡെവലപ്പിംഗ്, അഡ്മിനിസ്ട്രിങ് ആൻഡ് എക്സ്പ്ലെയിനിങ് സാറ്റിസ്ഫാക്ടറി വാലിഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ, അങ്ങനെ അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അല്ലെ അത് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പൊതുവെ നമുക്കറിയാം സർവേ നടത്തുന്നത് പൊതുവെ എന്തിനു വേണ്ടിയിട്ടാണ് സർവേ നടത്തുന്നത്? അതിൽ നിന്ന് കറക്ഷൻ വേണോ വേണ്ടയോ എന്ന് ഫൈനലൈസേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ നിശ്ചിതമായ ക്വസ്റ്റ്യൻസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യും അല്ലെ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ഇസ് എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് used to gather feedback from patients to scale their satisfaction with the quality and care of the health care service provider. അപ്പൊ അവിടെ എന്താണ് പ്രധാനമായിട്ട് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഫീഡ്ബാക്കുകളൊക്കെ എന്താണ് അവിടെ ശേഖരിക്കുന്നത്. അങ്ങനെ പേഷ്യൻസിൽ നിന്ന് ശേഖരിക്കുന്ന ഫീഡ്ബാക്കുകൾ അവരുടെ ഇൻഫോർമേഷൻസിൽ നിന്ന് ആണ് അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് വിലയിരുത്തുന്നത്. പിന്നെ അതൊരു സ്കെയില് അല്ലെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ സ്കെയില് എന്താണ്, അല്ലെങ്കിൽ അവരെ ഗുണനിലവാരമായിട്ടുള്ള സേവനങ്ങളാണോ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് നൽകിയത്, അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ അവർക്ക് ചോദിക്കുന്നു. അവർ ചോദ്യത്തിനനുസരിച്ചിട്ടുള്ള ആ ആൻസറിന്റെ റേറ്റിംഗ് അനുസരിച്ചിട്ടാണ് ഓക്കെ സാറ്റിസ്ഫൈഡ് ആണോ അല്ലെ എന്ന് തീരുമാനിക്കുന്നത്. The patient satisfaction survey questionnaire helps evaluate basic metrics across patient care that help medical institutions in ascertaining the level of care extended and pitfalls in service. അപ്പൊ അവിടെ മെയിനായിട്ട് മറ്റൊന്ന് പറയുന്നത് എന്താണ്, അടിസ്ഥാന അളവുകൾ വിലയിരുത്താനായിട്ട് സഹായിക്കും അല്ലെ. അവിടെ പ്രധാനമായിട്ടും അടിസ്ഥാന അളവുകൾ എന്നൊക്കെ പറയുമ്പോഴെന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയില് ഇൻ കേസ് ഒരു ഗുണനിലവാരം അല്ലെ എപ്പോഴും നമ്മൾ അളക്കുന്നത് മെട്രിക് സ്കെയിൽ, അതായത് അവരോട് ചോദിച്ചറിയുന്ന ചോദ്യങ്ങളുടെ ബേസിലാണ് അല്ലെ. ആരോഗ്യ സംരക്ഷണത്തിൽ ദാതാവിന്റെ ഗുണനിലവാരം അല്ലെങ്കിൽ
പരിശോധനാ രീതികൾ അല്ലെ, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളെ കൊണ്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. So patient satisfaction survey questionnaire help evaluate basic metric across patient care that help medical institutions in ascertain the level of care extended and pitfalls in the service എന്ന് പറയുന്നത്. ഇപ്പൊ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷന് അവർക്ക് അത് അസർട്ടൈൻ ചെയ്യാനായിട്ട് നിലനിർത്താതെ മനസ്സിലാക്കി എടുക്കാനും ആ ലെവല് എത്രത്തോളം ലെവലാണ്, അത് ലെവലുകള് എക്സ്റ്റെൻഡ് ചെയ്യണോ അല്ലെ, കുറച്ചും കൂടി വികസിപ്പിക്കണോ, അല്ലെങ്കിൽ എവിടെയാണ് അത് നമ്മൾക്ക് തടഞ്ഞു നിർത്തേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണ്, അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ടും ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട 6 അണ്ടർലൈൻ മെട്രിക് വിച്ച് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഹാവ് ടു ബി മെഷേർഡ് ഓൺ എയർ. അതായത് ഈ ഒരു മെട്രിക് സ്കെയില് അല്ലെ, അത് ഏത് രീതിയിൽ പറയുന്ന ഒരു 6 അണ്ടർലൈൻ മെട്രിക്സുകളാണ് അവിടെ അതുമായി ബന്ധപ്പെട്ട് വരുന്നത്, അളവുകോലുകള്. ഫസ്റ്റ് വൺ പറയുന്നത് ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ. മെഡിക്കൽ കെയറുമായി ബന്ധപ്പെട്ട ഗുണമേന്മ, അതിന്റെ ക്വാളിറ്റി അത് അളക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് വണ് ഇന്റർപേഴ്സണൽ സ്കിൽസ് ഡിസ്പ്ലേഡ് ബൈ മെഡിക്കൽ പ്രൊഫഷണൽസ്. അതായത് രോഗി പരിചരണത്തിന്റെ അല്ലെ ഗുണനിലവാരം, രോഗി പരിചരണത്തിന്റെ ഗുണനിലവാരം എന്താണെന്നുള്ളത്. Then transparency and communication between care provider and the patient. പേഷ്യന്റും അതേമാതിരി തന്നെ ദാതാവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു ട്രാൻസ്പെറൻസി അത് അളക്കുക എന്നുള്ളത്. Then financial aspect of a care, ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് വരുന്ന സാമ്പത്തിക വശങ്ങളാണ്. Then access to doctors and other medical professionals. അതായത് നമുക്കറിയാം അവിടെ അല്ലെ, തീർച്ചയായിട്ടും മെഡിക്കൽ പ്രൊഫഷണൽസും ഡോക്ടേഴ്സും തമ്മിലുള്ള പ്രവർത്തനങ്ങളും അവിടെ അവരുടെ ആ ഒരു പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. മെഡിക്കൽ പ്രൊഫഷണൽ അല്ലെ ഡോക്ടേഴ്സും തമ്മിൽ എന്തൊക്കെ കാര്യം നമുക്കറിയാം, അവിടെ ഓരോരോ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് സേവനങ്ങളൊക്കെ പ്രദാനം ചെയ്തത് അത് കൃത്യമായിട്ട് തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. Then accessibility of care, അതായത് അല്ലെ ഇതിന്റെ പരിചരണത്തിന്റെ ഒരു ക്ഷമത അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും അളക്കേണ്ടതുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പേഷ്യന്റിന് കൊടുക്കുന്ന സർവീസുകള് അത് മൊത്തത്തിൽ അളക്കുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്, അത് ഡോക്ടറുടെ സേവനങ്ങൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള അല്ലെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ, അങ്ങനെ എല്ലാ തരത്തിനെയും കുറിച്ചിട്ടുള്ള ഒരു അളവുകോല് നമ്മൾ കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. A patient satisfaction survey can be conducted anytime during an electronic medical record, EMR or an electronic health record, EHR അല്ലെ. ഇവിടെ EMR-ന്റെ ഫുൾ ഫോമും EHR-ന്റെ ഫുൾ ഫോമും ഒക്കെ നോട്ട് ചെയ്ത് പോവുക. എന്താണ് ഇവിടെ പറയുന്നത്, എനി ടൈം ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. എനിവേ ഒന്നുകൂടി ക്ലാസ് എടുക്കേണ്ട ഒരു അവസരമാണ്. അപ്പൊ ഒന്നുകൂടി നോക്കാം. അതായത് വീണ്ടും അല്ലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ
അവിടെ ഒരുപാട് അല്ലെ കുറച്ച് കാര്യങ്ങൾ കൂടി സർവേ നടത്തേണ്ടതുണ്ട്. എപ്പോഴും സർവേ നടത്തി അല്ലെ അവിടെ ഫിനാൻഷ്യൽ സൗണ്ടും എങ്ങനെയാണ് ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. എന്താണ് ക്വാളിറ്റി മെഡിക്കൽ കെയർ, ഇന്റർപേഴ്സണൽ സ്കിൽസ് ഡിസ്പ്ലേഡ് ബയോമെഡിക്കൽ പ്രൊഫഷണൽസ്, എന്താണ് ട്രാൻസ്പെറൻസി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കെയർ പ്രൊവൈഡർ ആൻഡ് പേഷ്യന്റ്, ഫിനാൻഷ്യൽ ആസ്പെക്ട് ഓഫ് കെയർ, അതായത് സാമ്പത്തിക വശങ്ങളെ കുറിച്ചിട്ട് എല്ലാത്തിനെയും കുറിച്ചിട്ട് ഒരു സർവേ നടത്തണം. അങ്ങനെ സർവേ നടത്തുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ. ചില കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കാനുണ്ട് അല്ലെ, ഹോസ്പിറ്റലിന്റെ സർവീസിൽ അല്ലെങ്കിൽ പ്രോട്ടോകോളിൽ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതില് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ക്യാൻ ബി കണ്ടക്ടഡ് എനി ടൈം ഡ്യൂറിങ് ആൻ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്, അതായത് EMR, അത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാം. ഓർ ആൻ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് EHR, ഇറ്റ് ക്യാൻ ബി കംപ്ലീറ്റഡ് ബൈ എ മൊബൈൽ അല്ലെ, ഒന്നില്ലെങ്കിൽ മൊബൈൽ വഴി വേണമെങ്കിൽ പേഷ്യന്റിനെ കംപ്ലീറ്റ് ചെയ്യാം. ദെൻ ഫിസിക്കൽ കോപ്പി ഓഫ് ദ സർവേ, ദെൻ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ എന്താണ് മറ്റു ഡിവൈസുകൾ വഴിയോ കമ്പ്യൂട്ടറുകൾ വഴിയോ ഒക്കെ എന്താണ് പേഷ്യന്റിലേക്ക് എത്തിക്കാം. അവർക്ക് ഏത് സമയം വേണമെങ്കിലും ഈ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ കയറി ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അല്ലെ, 6 അണ്ടർലൈൻ മെട്രിക്സ് ആണ്. അപ്പോൾ ചിലപ്പോൾ മെഡിക്കലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ഫിനാൻസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട അങ്ങനെ ഈ പേഷ്യന്റിൽ നിന്ന് എന്താണോ അറിയാൻ ആഗ്രഹിക്കുന്നത് ആ അറിയാൻ ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പേഷ്യൻസ് നൽകുന്നത് അത് സ്വീകരിക്കാനായിട്ട് ഈ രീതിയിലൊക്കെ സർവേ നടത്താനൊക്കെ ആയിട്ട് സാധിക്കും. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയില് നോക്കുക, അതില് പ്രധാനമായിട്ട് ഒരു ചെറിയ ഫോർമാറ്റ് പോലെയൊക്കെ ഉണ്ട്. സാധാരണയായിട്ട് അല്ലെ നമ്മളൊരു റിക്വസ്റ്റ് രൂപേണയൊക്കെയാണ് ഹോസ്പിറ്റലിൽ അത് കൊടുക്കുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത്, ഡിയർ പേഷ്യന്റ്, വി ആർ ഇൻട്രസ്റ്റഡ് ടു നോ what do you think about our service, your performance by completing this brief 5-minute survey in connection with your visit. അതായത് നമുക്കറിയാം ഒരു പെട്ടെന്ന് അല്ലെ അവരെ കൊണ്ട് വന്ന് മുഷിപ്പിക്കുകയും ചെയ്യരുത് എന്താണ് അവരെ കൊണ്ട് ഒരു റിമാർക്ക് അല്ലെ ഒരു മാർക്ക് അതിനുള്ള ആൻസർ കിട്ടുകയും വേണം അല്ലെ. ആ ഒരു രീതിയിൽ തന്നെ ഒരു ഫോർമാറ്റ് തയ്യാറാക്കി തന്നെ അവരിൽ നിന്ന് സർവേ നേടിയെടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കാം. അത് മാത്രമല്ല നമുക്കറിയാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴും താങ്ക് യു ഫോർ യുവർ ടേക്കിംഗ് ടൈം ടു ഷെയർ യുവർ എക്സ്പീരിയൻസ് വിത്ത് us, ഡേറ്റ് യുവർ അപ്പോയിന്റ്മെന്റ്, പ്ലീസ് സർക്കിൾ യുവർ റെസ്പോൺസ്. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ തന്നെ ആ ഫോർമാറ്റുകളൊക്കെ നമുക്ക് അവസാനിപ്പിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അതിന്റെ ഫോർമാറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ മെട്രിക്സുകൾ അളവ് കോലുകളൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ തന്നെയുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അതിന്റെ ഹൗ സാറ്റിസ്ഫൈഡ് ആർ യു വിത്ത് ദ ഫോളോയിങ് അല്ലെ, അവിടെ ഈസ് ഓഫ് മേക്കിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ ചെക്കപ്പ്, ഫിസിക്കൽ എക്സാം, വിസിറ്റ്, റൂട്ടീൻ ഫോളോ അപ്സ്, അപ്പോയിന്റ്മെന്റ്സ്. ഇവിടെ അതായത് അവിടെ ഒരു മാർക്കിംഗ് സ്കോറുകളും കൊടുത്തിട്ടുണ്ട്. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 3 മാർക്ക്, ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 2 മാർക്ക്, വെരി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 4 മാർക്ക്, എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 5 മാർക്ക്. അവരുടെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായ മാർക്കുകൾ രേഖപ്പെടുത്താനുള്ള അവസരമാണ്. ദെൻ ദ കംഫർട്ട് ഓഫ് ദ റിസപ്ഷൻ ഏരിയ, അവരുടെ ആ ഒരു സൗകര്യങ്ങൾ എന്താണ് റിസപ്ഷൻ ഏരിയയുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട മാർക്കുകൾ. ഈസ് ഇൻ കോണ്ടാക്ടിങ് യുവർ ഡോക്ടറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന അതുമായി ബന്ധപ്പെട്ട ബിസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു അല്ലെ, അതുമായി ബന്ധപ്പെട്ടുള്ള റിമാർക്ക്. ദെൻ എന്താണ് കംഫർട്ട് ഓഫ് ദ എക്സാമിനിങ് റൂം, അതായത് പരിശോധനയുമായി ബന്ധപ്പെട്ട അവരുടെ സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ്. How was the clean lines of the hospital, ഹോസ്പിറ്റലിന്റെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള അല്ലെ. നമുക്കറിയാം പേഷ്യന്റിന് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അവർ അതിൻ്റെതായിട്ടുള്ള മാർക്കുകൾ സെലക്ട് ചെയ്യും അല്ലെ, ആ സ്കോറുകൾ സെലക്ട് ചെയ്തായിരിക്കും. വെയിറ്റിംഗ് ടൈം ഇൻ അവർ ഓഫീസുമായി ബന്ധപ്പെട്ട എങ്ങനെ വെയിറ്റിംഗ് ടൈം ഒക്കെ എങ്ങനെയായിരുന്നു. ദ courtesy ഓഫ് ദ സ്റ്റാഫ്, അതായത് മര്യാദകളൊക്കെ പാലിക്കുന്ന സ്റ്റാഫായിരുന്നു. Then what is your opinion on cost treatment, നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യവുമായി ബന്ധപ്പെട്ട അല്ലെ, എത്രത്തോളം കോസ്റ്റ് അല്ലെ, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, കോസ്റ്റ് അനുസരിച്ചിട്ടുള്ള റിട്ടേൺ നിങ്ങൾക്ക് കിട്ടിയോ അല്ലെ, അതിനനുസരിച്ചുള്ള സ്കോർ മാർക്ക്. Then അവരുടെ ഡയഗ്നോസ്റ്റിക് സർവീസസ്, രോഗനിർണയവുമായി ബന്ധപ്പെട്ട സർവീസ് എങ്ങനെയായിരുന്നു. ദ ക്വാളിറ്റി ഓഫ് ദ കെയർ യു ഹാവ് റിസീവ്ഡ്, അതായത് ഗുണമേന്മയുള്ള കെയർ നിങ്ങൾ സ്വീകരിച്ചോ അല്ലെ, അതുമായി ബന്ധപ്പെട്ട മാർക്ക്. യുവർ ഓവറോൾ ഒപ്പീനിയൻ ഓൺ യുവർ സർവീസ്, അതായത് നിങ്ങളുടെ ഹോസ്പിറ്റലിലെ സർവീസുമായി ബന്ധപ്പെട്ട് മൊത്തത്തിലുള്ള നിങ്ങളുടെ വിലയിരുത്തൽ അല്ലെ, ഓവറോൾ ഒപ്പീനിയൻ എന്തായിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള മാർക്ക്.
ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലായിരിക്കും ഫോർമാറ്റ് സർവേ ഒക്കെ നടത്തുന്നത്. ആ സർവേക്ക് അനുസരിച്ചിട്ടാണ് ഇവരെ പേഷ്യന്റിൽ നിന്നുള്ള സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്താനായിട്ട് സാധിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കിട്ടിയോ? ഒന്നുകൂടിയൊക്കെ റിവൈസ് ചെയ്യാൻ പറ്റിയോ? ഇതുവരെ നിങ്ങൾ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിയോ? യെസ്, ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഞാൻ കുറച്ച് സ്പീഡിലൊക്കെ പോയി, കാരണം ഇച്ചിരി സ്പീഡിൽ നമുക്ക് എടുക്കാം അല്ലെ? വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ. എന്തായാലും ഒന്നും കൂടി കുറച്ചും കൂടി പറഞ്ഞേ ഉള്ളൂ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ഇസ് ദ ബെനിഫിറ്റ് ഫോർ പേഷ്യൻസ് ആൻഡ് ഹോസ്പിറ്റൽ. ഇവിടെ എന്താണ് പേഷ്യന്റിന്റെ സർവീസ് അല്ലെ, അതുമായി ബന്ധപ്പെട്ടുള്ള ബെനിഫിറ്റും കാര്യങ്ങളും, രോഗിയുടെ സംതൃപ്തി സർവേകളുടെ ഒക്കെ ബെനിഫിറ്റുകളൊക്കെയാണ് നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവീസ് ആർ ആൻ ഇമ്പോർട്ടന്റ് വേ ടു സ്കെയിൽ how the patients feel about their experience with the practice. പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് എത്രത്തോളം എക്സ്പീരിയൻസുകളാണ്, അനുഭവങ്ങളാണ് ഇവർക്ക് കിട്ടിയെന്നുള്ള ഒരു അളവുകളാണ്. Contented patients are more probable to suggest the hospital to others. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെട്രോ ആണിത്. കണ്ടന്റഡ് പേഷ്യൻസ് എന്ന് പറയുമ്പോൾ സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് അല്ലെ. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് എപ്പോഴും എന്താണ്, നല്ല നല്ല നിർദ്ദേശം ഹോസ്പിറ്റലിന് അല്ലെ, ഹോസ്പിറ്റലിന് മാത്രമല്ല പുറത്ത് അല്ലെ, അവരുടെ റിലേറ്റീവ്സിനൊക്കെ കൃത്യമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് തന്നെയായിരിക്കും അവർ പറയുന്നത്. ആൻഡ് ദേ ആർ ഓൾസോ ലെസ് പ്രോബബിൾ ടു ഫയൽ എ കംപ്ലൈൻസ്. അത് മാത്രമല്ല ഒരുപാട് കംപ്ലൈൻസ് എതിരുമായിട്ട് കുറെ കംപ്ലൈൻസുകളൊന്നും അവർക്ക് ഉണ്ടാവില്ല, കാരണം അവർ സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ. ഹോസ്പിറ്റലിന്റെ എല്ലാ കാര്യത്തിലും അവർ സാറ്റിസ്ഫൈഡ് ആവുമ്പോൾ കംപ്ലൈൻസ് ഉണ്ടാവില്ല. എന്നാൽ നല്ല ഹോസ്പിറ്റലിൽ നിന്നുള്ള സേവനമാണ് എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യും അല്ലെ. Caring and maintaining high patient satisfaction score benefits a medical organization and the patient in a lot of ways. അത് പല രീതിയിൽ നമുക്ക് ഈ ബെനിഫിറ്റ്സുകൾ അല്ലെ, ഈ പേഷ്യന്റിൽ നിന്ന് സാറ്റിസ്ഫാക്ഷൻ നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അത് ഏതൊക്കെ രീതിയിലാണ്? പേഷ്യന്റ് ലോയൽറ്റി ആൻഡ് റിട്ടൻഷൻ. പേഷ്യന്റ് നിലനിർത്തിക്കൊണ്ടുപോകാൻ അല്ലെ, നല്ല സംതൃപ്തിയുള്ള പേഷ്യന്റ് ആണെങ്കിൽ ആ പേഷ്യന്റ് മറ്റൊരു ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യില്ല അല്ലെ, ആ ഹോസ്പിറ്റലിൽ തന്നെ പ്രിഫർ ചെയ്യും. രോഗങ്ങളൊക്കെ വരുമ്പോൾ പോവാനായിട്ട് അവര് ശ്രമിക്കുമെന്നുള്ളതാണ്. ദെൻ അത് വിട്ടുപോവാതെ തന്നെ ആ ഹോസ്പിറ്റലിലെ പരിചരണം അവർ ആഗ്രഹിക്കും. അവർ വിശ്വസ്തത എന്നുള്ള ഒരു ലേബിളിൽ തന്നെയായിരിക്കും ആ ഹോസ്പിറ്റലിലെ പരിചരണം അവര് ആഗ്രഹിക്കുന്നത് അല്ലെ. പേഷ്യന്റ് ഹൗ മോർ ചോയ്സ് ഓഫ് ഇൻ കണക്ഷൻ വിത്ത് ദെയർ ഹെൽത്ത് കെയർ ദാൻ ഇവർ ബിഫോർ സാറ്റിസ്ഫൈഡ് പേഷ്യന്റ് ആർ മോർ പ്രോബബിൾ ടു ബി ഫെയ്ത്ത്ഫുൾ പേഷ്യൻസ്. നമുക്കറിയാം, തൃപ്തികരമായിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവിടെ തൃപ്തികരം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വിശ്വസ്തത എന്നതുകൊണ്ടാണ് അല്ലെ. ആ ഡോക്ടർ പരിശോധിച്ചാൽ എന്റെ രോഗം മാറും എന്നുള്ള ഒരു കോൺഫിഡൻസ് അല്ലെ, ഒരു ആത്മവിശ്വാസമാണ്. ദിസ് നോട്ട് ഓൺലി മീൻസ് ദാറ്റ് ദേ വിൽ ഷെഡ്യൂൾ ദ നെസസറി ചെക്കപ്പ്, ഫോളോ അപ്പ് ആൻഡ് അതർ റിക്വയർഡ് അപ്പോയിന്റ്മെന്റ്സ്, ബട്ട് ദേ ആർ മോർ പ്രോബബിൾ ടു കീപ് ദം. അപ്പൊ അവിടെ എന്താണ് നെസസറി ചെക്കപ്പ്, ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ അല്ലെ. നോട്ട് ഓൺലി എന്താ പറയുന്നത് ചെക്കപ്പ്, ഷെഡ്യൂൾ ദ നെസസറി ചെക്കപ്പ്, ഫോളോ അപ്സ് ആൻഡ് അതർ റിക്വയർഡ് അപ്പോയിന്റ്മെന്റ്സ്, ബട്ട് ദേ ആർ മോർ പ്രോബബിൾ ടു കീപ് ദം. കാരണം അവിടെ വീണ്ടും അല്ലെ, അവിടെ സൂക്ഷിക്കുക എന്നുള്ളത്, അവിടെ തന്നെ നമുക്ക് പോകാന്നുള്ള ഒരു ഇതിലേക്കാണ് എത്തുന്നത്. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആണ് ഓൾസോ ഗ്രാൻഡ് അംബാസിഡർ ഫോർ ഹോസ്പിറ്റൽസ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് എന്ന് പറയുന്നത് നല്ലൊരു അംബാസിഡർ ആണ് അല്ലെ. ഈ ഹോസ്പിറ്റലിലേക്ക് തന്നെ വരണം എന്ന് മറ്റുള്ളവരെ അറിയിക്കത്തക്ക വിധത്തിലുള്ള ഒരു ഗ്രാൻഡ് അംബാസിഡർ കൂടിയാണ് എന്തെന്ന് പറയുന്നത് സാറ്റിസ്ഫൈഡ് പേഷ്യന്റ് എന്ന് പറയുന്നത്. They tell their friends and family about good experience and bad one with their friends and family. നമുക്കറിയാം, നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഫീലിങ്സ് പേഷ്യന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവര് മറ്റുള്ളവരെയൊക്കെ എന്താണ് അറിയിക്കും അല്ലെ. നല്ല ഹോസ്പിറ്റലാണ്, നല്ല ഡോക്ടറാണ്, നല്ല സേവനമാണെന്നുള്ളതൊക്കെ എല്ലാവരെയും അറിയിക്കുകയും ചെയ്യും. Then increased profitability. എന്താണ് increased profitability എന്ന് പറയുന്നത്? അതായത് അല്ലെ, അവിടെ ലാഭം അല്ലെ, വർദ്ധിച്ച ലാഭക്ഷമത ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. നല്ല പേഷ്യൻസ് അല്ലെ, സംതൃപ്തമായിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിലാണ് അത് സാധിക്കുള്ളൂ അല്ലെ. അവിടെ എന്താ പറയുന്നത്? Conducted patients eventually lead to increased profits for hospitals in many ways. First, conducted patients show up of their appointments, which means that the hospitals do not lose money or dead hours during the day. അതായത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് എങ്കിൽ ഹോസ്പിറ്റലിനെ പ്രോഫിറ്റബിൾ ആക്കി തരും. കാരണം എന്തുകൊണ്ടാണ്? ആ പേഷ്യന്റ് അവിടെ നിന്ന് വിട്ടുപോകാനായിട്ട് തയ്യാറാകും അല്ലെ. അവരുടെ അപ്പോയിന്റ്മെന്റ്സ് വീണ്ടും അവിടെ തന്നെയായിരിക്കും.
അതുകൊണ്ട് തന്നെ അവിടെ ഒരു അല്ലെ ഡെയിലി നോക്കുകയാണെങ്കിൽ ഡ്യൂറിംഗ് ദ ഡേയിലാണെങ്കിലും മണി നഷ്ടപ്പെടുന്നില്ല. കാരണം അവിടെ തന്നെയാണ് അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നത്. അത് മാത്രമല്ല സെക്കൻഡറി എന്താ പറയുന്നത്, they also provide granted reviews and patient satisfaction survey results that leads to no patient questions and improved insurance reimbursement. അപ്പൊ മറ്റുള്ളവരെ കൂടി അല്ലെ സെക്കൻഡ്ലി അതാണ് പറയുന്നത്, മറ്റുള്ളവരെ കൂടി അട്രാക്ട് ചെയ്യിപ്പിക്കും അല്ലെ, ഇവിടേക്ക് വേണം എന്നുള്ള ഒരു സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ, നമ്മൾ തൃപ്തിയാണ് എന്നുള്ള റിസൾട്ടിന്റെ ബേസിൽ മറ്റുള്ളവരെ കൂടി അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ന്യൂ പേഷ്യൻസും അവിടേക്ക് വരും. അല്ല അതുകൊണ്ടാണ് എന്താണ് ആ ഹോസ്പിറ്റലിൽ ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി എന്ന് മീൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് നമ്മളൊന്നും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തു. നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചോ, നിങ്ങളെ ബോറടിപ്പിക്കുന്ന തരത്തില് കുറെ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്തില്ല. കാരണം എടുത്തതാണ് അല്ലെ, നിങ്ങൾ ഇരിക്കുന്നവര് വീണ്ടും അത് കേൾക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഓക്കെ, ഒന്ന് ക്ഷമിക്കണം. എനിവേ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് റിവൈസ് ചെയ്യാൻ അല്ലെ, ഞാൻ അടുത്ത പോർഷൻസ് ഒക്കെ കൂടി ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇത് സ്പീഡിലായിരുന്നു. ഓക്കെ, നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കാണാറുണ്ടോ? ഇല്ല, കാണുന്നവരുണ്ടോ എന്നറിയില്ല. റെക്കോർഡ് ക്ലാസ് മാത്രം കാണുന്നവരും ഉണ്ടാവാം അല്ലെ. അതുകൊണ്ടാണ് ആ ഒരു ഭാഗം റെക്കോർഡിക്കലി വന്ന ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തെടുത്തത്. സിമ്പിൾ ആയിട്ടുള്ള ഭാഗങ്ങളാണ്, ആർക്കാണെങ്കിലും അല്ലെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക സർവേ നടത്തുന്ന ഒരു രീതി മാത്രമാണ്. പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് മനസ്സിലാക്കുക, വിലയിരുത്തുക. പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ അവിടെ എന്താണ് ഓൾമോസ്റ്റ് പേഷ്യൻസ് ആ ഹോസ്പിറ്റലിലേക്ക് പ്രിഫർ ചെയ്യും. ദെൻ എന്താണ് ആ ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ മൂവ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഈ ചാപ്റ്റർ ഉടനീളം അത് തന്നെയാണ് പറഞ്ഞത് അല്ലെ. ആദ്യം തുടങ്ങിയത് തന്നെയല്ലേ ഡിസ്കസ് ചെയ്തത്. അതെ, ഓക്കെ. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാനുണ്ടോ? ഒന്നും ചോദിക്കാനില്ല. അതിലെ ഒരു പ്രത്യേകതയുള്ളത് ആ ഒരു ഭാഗം എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഒരു ഭാഗത്തിന്റെ ഒരു ഭാഗം എന്താണ് വെറുതെ ഫില്ലപ്പാണ് അല്ലെ. അങ്ങനെയുള്ള ഒരു പേജാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അത് കൂട്ടിച്ചേർത്താണ്ട് പറയാൻ പറ്റിയത്. കാരണം ഫില്ലപ്പ് ചെയ്ത് വെറുതെ പോകേണ്ട ഒരു ആവശ്യകതയുള്ള ഒരു ഭാഗമായിരുന്നു. ഓക്കെ, നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ? എല്ലാവരെയും ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞു അല്ലെ. ഇനി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എക്സാം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ മാനേജ്മെന്റിൽ നിന്ന് അറിയിക്കും. അപ്പോ എല്ലാം തന്നെ വായിച്ചു നോക്കാം. പ്രത്യേകിച്ച് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ടൈമൊക്കെ ആണെങ്കിൽ, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ടൈമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒക്കെ എല്ലാം വായിച്ചു നോക്കുക. കാരണം എല്ലാം തന്നെ പോർഷനിൽ വന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് മൊഡ്യൂൾ തുടങ്ങി 10 മൊഡ്യൂൾ വരെ ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കവർ ചെയ്തിട്ടില്ലേ, ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ ടൈമിലൊക്കെ എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതൊന്നൊക്കെ വായിച്ച് മനസ്സിലാക്കുക. എന്ത് ഇന്റർവ്യൂ ചോദിച്ചാലും നമുക്ക് പറയാനായിട്ട് ഏതെങ്കിലുമൊക്കെ അറിയാൻ പറ്റും അല്ലെ. എല്ലാ ടീച്ചേഴ്സും പറയാതെങ്കിലും നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് എക്സാം ടൈമിലൊക്കെ ആവശ്യമായിട്ടുള്ളതൊക്കെ നിങ്ങൾ മോക്ക് ടെസ്റ്റിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല എന്താണ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് ഇൻഫോം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കി പോവുക. ഓക്കെ, പ്രത്യേകിച്ചൊന്നും നിങ്ങൾക്ക് ചോദിക്കാനില്ല. എനിവേ എന്നെ ഒന്നും കൂടി കേട്ടിരുന്ന നിങ്ങൾക്ക് പ്രത്യേകം നന്ദി. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടി കാണാം. ഓക്കെ, താങ്ക് യു. ബൈ. Thank you, ma'am.